ഇപ്പോഴെത്തുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ വൈദികം റിസോർട്ടിലെ ഓഹരികൾ ഇപിയുടെ കുടുംബം ഒഴിവാക്കുന്നു. ഇപിയുടെ ഭാര്യ ഇന്ദിരയും മകൻ ജെയ്സണുമാണ് ഓഹരി കൈമാറുന്നത്. ഇവർക്കായുള്ളത് 9,199 ഓഹരികളാണ്. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, വലിയ വിവാദമായിരുന്നു LDF കൺവീനറെ സംബന്ധിച്ച്. ഇപ്പോൾ എങ്ങനെയാണ് ഓഹരി ഒഴിവാക്കാൻ ഇവർ തീരുമാനിക്കുന്നത്? ഫിജി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി LDF കൺവീനർ EP ജയരാജനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു അത് വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. വൈദികം റിസോർട്ടിൽ ഇപിക്ക് തന്നെ അനധികൃതമായ സ്വത്ത് എന്ന നിലയിലാണ് EP വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ തന്നെയായിരുന്നു. CPM സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു ഇപിക്കെതിരെ ഈ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട അടുപ്പം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം P ജയരാജൻ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ EP വലിയ ഒരു രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുന്ന സാഹചര്യവും ഉണ്ടായി. EPയുടെ ഈ ഒരു അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം, വൈദികം റിസോർട്ടിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് പരാതി ലഭിക്കുന്ന സാഹചര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി ലഭിക്കുന്ന സാഹചര്യം. അത്തരത്തിൽ സംസ്ഥാനത്തെ ഭരണമുന്നണിയുടെ കൺവീനർ തന്നെ ഈ രീതിയിൽ ഒരു അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം നേരിടാൻ വഴിയൊരുക്കിയത് ഈ വൈദികം റിസോർട്ടാണ്. അത്തരമൊരു ആരോപണത്തിലേക്ക് നയിച്ചത് ഇപിയുടെ കുടുംബത്തിന് വൈദികം റിസോർട്ടിലുള്ള ഓഹരിയായിരുന്നു. ഇപ്പോൾ ഇപിയുടെ കുടുംബം, ആ കുടുംബത്തിലെ ഇപിയുടെ ഭാര്യ അതുപോലെ തന്നെ മകൻ, ഇവർക്ക് രണ്ടുപേർക്കുമായിരുന്നു വൈദികം റിസോർട്ടിൽ ഓഹരി ഉണ്ടായിരുന്നത്. ആ ഓഹരികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപിയുടെ കുടുംബം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ഭാര്യ ഇന്ദിര, PK ഇന്ദിരയ്ക്ക് ആകെ 81.99 ലക്ഷം രൂപയുടെ ഓഹരിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മകൻ PK ജെയ്സൺ ഉള്ളതാകട്ടെ 10 ലക്ഷം രൂപയുടെ ഓഹരി. ഇങ്ങനെ ആകെ 91.99 ലക്ഷം രൂപയുടെ ഓഹരിയാണ് ഇവർക്ക് ഉള്ളത്. ഈ ഓഹരികൾ ആകെ 91,099 ഓഹരികൾ വരും. ഈ ഓഹരികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപിയുടെ കുടുംബം തീരുമാനിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപിയുടെ കുടുംബം നീങ്ങുന്നത് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം EP ജയരാജൻ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. LDF യോഗം, അടിയന്തര യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി EPയോട് തന്നെ നമുക്ക് വൈകാതെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. നിലവിൽ ഏതായാലും EPയെ സംബന്ധിച്ചിടത്തോളം CPM രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രബലനായി നിന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി ആയതുമായി ബന്ധപ്പെട്ട് നീരസം പ്രകടിപ്പിച്ച് പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് നിൽക്കുന്നതിനിടയിലായിരുന്നു EPക്കെതിരെ ഈ ഒരു ആരോപണം P ജയരാജൻ തന്നെ, അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം P ജയരാജൻ തന്നെ ഉന്നയിച്ചത്. അതോടുകൂടി EP ജയരാജൻ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം EPയുടെ ഭാഗത്തു നിന്ന്, EPയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫിജി. ശരി ശരത്ത്, വിവാദങ്ങൾക്ക് പിന്നാലെ വൈദികം റിസോർട്ടിലെ ഓഹരികൾ EPയുടെ കുടുംബം ഒഴിവാക്കുന്നു. ജയരാജന്റെ ഭാര്യ ഇന്ദിരയും മകൻ ജെയ്സണുമാണ് ഓഹരി കൈമാറ്റത്തിന് ഒരുങ്ങുന്നത്.